7 days for an identity shift. പുതുവർഷ ദിനം ഭൂരിഭാഗം ആളുകളും വലിയ തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. ഞാൻ ദിവസവും ജിമ്മിൽ പോകും, ഞാൻ ഒരു പുസ്തകം എഴുതി തീർക്കും, ഞാൻ നന്നായി പണം സമ്പാദിക്കും. എന്നാൽ ജനുവരി പകുതിയാകുമ്പോഴേക്കും ഈ ആവേശമെല്ലാം എവിടെയോ ചോർന്നു പോകും. പഴയ ശീലങ്ങളിലേക്ക് തന്നെ നമ്മൾ തിരിച്ചെത്തും. എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത്? നിങ്ങൾ ശീലങ്ങളെ മാറ്റാൻ മാത്രമാണ് ശ്രമിക്കുന്നത്, എന്നാൽ ആ ശീലങ്ങൾ ചെയ്യുന്ന വ്യക്തിയെ മാറ്റാൻ ശ്രമിക്കുന്നില്ല. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എന്ത് വിശ്വസിക്കുന്നുവോ അത് മാത്രമായിരിക്കും നിങ്ങളുടെ പ്രവൃത്തികൾ. ജീവിതത്തിൽ മാറ്റം, ഐഡന്റിറ്റി ഷിഫ്റ്റ് ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ആരാണെന്നും അബോധ മനസ്സിൽ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ നൽകിയിരിക്കുന്ന ലേബലുകൾ എന്തൊക്കെയാണെന്നും തിരിച്ചറിയണം. ഒരു പുതിയ കെട്ടിടം പണിയുന്നതിനു മുൻപ് അവിടുത്തെ പഴയ തകർന്ന കെട്ടിടം പൊളിച്ചു മാറ്റേണ്ടതുണ്ട്. അതുപോലെ പുതിയൊരു വ്യക്തിത്വത്തിലേക്ക് മാറുന്നതിനു മുൻപ് നിങ്ങളുടെ നിലവിലെ അവസ്ഥയെ കൃത്യമായി വിലയിരുത്തേണ്ടതുണ്ട്. ഓഡിറ്റിംഗ് ദ കറന്റ് അവതാർ. നമ്മൾ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളും പെരുമാറ്റവും എല്ലാം നമ്മൾ സ്വന്തമായി ഉണ്ടാക്കിയതല്ല. കുട്ടിക്കാലം, മാതാപിതാക്കൾ, അധ്യാപകർ, സുഹൃത്തുക്കൾ, നമ്മളെ വിമർശിച്ചവർ എന്നിവരെല്ലാം ചേർന്ന് നമ്മുടെ മനസ്സിൽ എഴുതി വെച്ച ഒരു തിരക്കഥയാണ് നമ്മൾ ഇന്ന് ജീവിച്ചു തീർക്കുന്നത്. കണക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു പോയപ്പോൾ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ടീച്ചറോ പറഞ്ഞിട്ടുണ്ടാകാം, നിനക്ക് കണക്ക് ഒട്ടും തലയിൽ കയറില്ല. ആ ഒരു വാക്ക് നിങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. ഇന്ന് നിങ്ങൾ മുതിർന്ന ഒരു വ്യക്തിയായിരിക്കാം, സ്വന്തമായി ബിസിനസ് നടത്തുന്ന ആളായിരിക്കാം. എങ്കിലും പണത്തിന്റെ കാര്യങ്ങളോ അക്കൗണ്ട്സോ വരുമ്പോൾ ഉള്ളിൽ ഒരു ഭയം വരും. കാരണം നിങ്ങളുടെ ഉള്ളിലെ പഴയ തിരക്കഥ പറയുന്നത് നിനക്ക് കണക്കറിയില്ല, നീ പണത്തിന്റെ കാര്യങ്ങളിൽ മോശമാണ് എന്നാണ്. ഇതിനെയാണ് ലിമിറ്റിംഗ് ബിലീവ്സ് എന്ന് വിളിക്കുന്നത്. നമ്മൾ അറിയാതെ ഈ വിശ്വാസങ്ങൾ നമ്മുടെ ഐഡന്റിറ്റിയുടെ ഭാഗമായി മാറുന്നു. നമ്മൾ നമ്മളെ തന്നെ ഒരു കൂട്ടിൽ അടച്ചിടുകയാണ് ചെയ്യുന്നത്. ആനക്കുട്ടിയെ ചങ്ങലയിട്ട് വളർത്തുന്ന കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ചെറുപ്പത്തിൽ അതിന് ആ ചങ്ങല പൊട്ടിക്കാൻ കഴിയില്ല. എന്നാൽ അത് വളർന്നു വലിയൊരു ആനയാകുമ്പോൾ ഒരു ചെറിയ കയറുകൊണ്ട് കെട്ടിയാൽ പോലും അത് ഓടിപ്പോകില്ല. തന്റെ ശക്തിയെക്കുറിച്ചല്ല, മറിച്ച് തന്റെ പഴയ പരിമിതികളെക്കുറിച്ചാണ് ആ ആന വിശ്വസിക്കുന്നത്. ഭൂരിഭാഗം ആളുകളും ഈ ആനയെപ്പോലെയാണ് ജീവിക്കുന്നത്. പഴയ പരാജയങ്ങളുടെ കയറുകളാൽ നമ്മൾ ബന്ധനസ്ഥരാണ്. ദിവസേനയുള്ള നിങ്ങളുടെ സംഭാഷണങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്ക് ഏതാണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ഞാൻ എന്ന വാക്കാണ്. ഇതിനു പിന്നാലെ വരുന്ന വാക്കുകളാണ് നിങ്ങളുടെ ജീവിതത്തെ നിർണയിക്കുന്നത്. ഞാൻ എപ്പോഴും കാര്യങ്ങൾ മാറ്റിവെക്കുന്ന ആളാണ്. ഞാൻ ഒരു മോർണിംഗ് പേഴ്സൺ അല്ല. രാവിലെ എഴുന്നേൽക്കാൻ എനിക്ക് കഴിയില്ല. ഞാൻ ആളുകളോട് സംസാരിക്കാൻ പേടിയുള്ളവനാണ്. ഞാൻ ഭാഗ്യമില്ലാത്തവനാണ്. ഇത്തരം വാക്യങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ തലച്ചോർ അതിനെ ഒരു കമാൻഡായി സ്വീകരിക്കുന്നു. ഞാൻ മടിയനാണ് എന്ന് വിശ്വസിച്ചാൽ നിങ്ങളുടെ തലച്ചോർ നിങ്ങൾ മടിയനാണ് എന്ന് തെളിയിക്കാനുള്ള പ്രവൃത്തികൾ മാത്രമേ ചെയ്യൂ. അത് നിങ്ങൾക്ക് ജോലി ചെയ്യാനുള്ള താല്പര്യമില്ലാതാക്കും. ഈ ലേബലുകളെല്ലാം നമ്മൾ തന്നെ നമുക്ക് ചാർത്തിയതാണ്. എന്നാൽ ലേബൽ ഒട്ടിക്കാൻ കഴിയുമെങ്കിൽ അത് മാറ്റാനും നമുക്ക് കഴിയും. അതിനുള്ള ആദ്യപടി ഈ ലേബലുകൾ ഏതൊക്കെയാണ് എന്ന് കണ്ടെത്തുന്നതാണ്. നിങ്ങളുടെ കറന്റ് അവതാർ കണ്ടെത്താൻ ഒരു പ്രവർത്തനം ചെയ്യാം. ഒരു പേപ്പറും പേനയും എടുക്കുക. 15 മിനിറ്റ് സമയം ശാന്തമായി ഇരിക്കുക. നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന എല്ലാ ഞാൻ പ്രസ്താവനകളും എഴുതുക. നിങ്ങളുടെ പോസിറ്റീവായ കാര്യങ്ങളല്ല എഴുതേണ്ടത്. പകരം നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന, നിങ്ങൾ സ്വയം വിശ്വസിക്കുന്ന നെഗറ്റീവ് ലേബലുകളാണ് എഴുതേണ്ടത്. 3 മേഖലകളെ അടിസ്ഥാനമാക്കി എഴുതാം. ആരോഗ്യം, ശരീരം. ഉദാഹരണത്തിന്, ഞാൻ തടിയുള്ളവനാണ്, എനിക്ക് സ്റ്റാമിന കുറവാണ്. കരിയർ, പണം. ഞാൻ പണം സൂക്ഷിക്കാൻ അറിയാത്തവനാണ്, എനിക്ക് വലിയ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ കഴിയില്ല. ബന്ധങ്ങൾ, സ്വഭാവം. ഞാൻ പെട്ടെന്ന് ദേഷ്യം വരുന്നവനാണ്, ആരും എന്നെ മനസ്സിലാക്കില്ല. 10 വാക്യങ്ങളെങ്കിലും എഴുതി കഴിയുമ്പോൾ നിങ്ങളുടെ മുന്നിലുള്ളത് നിങ്ങളുടെ ജീവിതത്തെ ഇത്രയും കാലം നിയന്ത്രിച്ച കറന്റ് അവതാറിന്റെ പൂർണ്ണ രൂപമാണ്. ഇതിനെ നോക്കി അസ്വസ്ഥരാകേണ്ടതില്ല. കാരണം ശത്രുവിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവനെ തോൽപ്പിക്കുക എളുപ്പമാണ്. ലേബലുകളെ വിചാരണ ചെയ്യുക. നിങ്ങളുടെ മുന്നിലുള്ള ലിസ്റ്റിലെ ഓരോ വാക്യത്തെയും നമ്മൾ വിചാരണ ചെയ്യാൻ പോകുകയാണ്. കോടതിയിൽ വക്കീൽ സാക്ഷിയെ വിസ്തരിക്കുന്നത് പോലെ ഈ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യണം. ആദ്യത്തെ വാക്യം എടുക്കുക.
ഉദാഹരണത്തിന്, ഞാൻ ബിസിനസ്സിൽ ശോഭിക്കാൻ കഴിയാത്ത ആളാണ്. ഇനി സ്വയം ചോദിക്കുക, ഈ വിശ്വാസം 100% സത്യമാണോ? ഇതിന് എന്തെങ്കിലും ശാസ്ത്രീയമായ തെളിവുണ്ടോ? ഉത്തരം ഇല്ല എന്നായിരിക്കും. കാരണം നിങ്ങൾ മുൻപ് ഒരു തവണ പരാജയപ്പെട്ടു എന്നത് നിങ്ങൾ എപ്പോഴും പരാജയപ്പെടും എന്നതിന് തെളിവല്ല. അടുത്ത ചോദ്യം, ആരാണ് എന്നെ ഈ ലേബൽ പഠിപ്പിച്ചത്? ഇത് എന്റെ സ്വന്തം ചിന്തയാണോ അതോ മറ്റാരെങ്കിലും എന്റെ തലയിൽ കെട്ടിവെച്ചതാണോ? പലപ്പോഴും അത് നിങ്ങളുടെ പഴയ സുഹൃത്തുക്കളോ ബന്ധുക്കളോ പറഞ്ഞ വാക്കുകളായിരിക്കും. അവസാനത്തെ ചോദ്യം, ഈ വിശ്വാസം കൂടെ കൊണ്ടു നടക്കുന്നത് വഴി എനിക്ക് എന്ത് നഷ്ടമാണുള്ളത്? ഇത് നിങ്ങളെ കൂടുതൽ ഭീരുവാക്കുന്നു, പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നതിൽ നിന്നും നിങ്ങളെ തടയുന്നു. ഈ ചോദ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ തലച്ചോറിന് മനസ്സിലാകും, ഇത്രയും കാലം താൻ വിശ്വസിച്ചിരുന്ന കാര്യങ്ങൾ വെറും കള്ളക്കഥകൾ മാത്രമായിരുന്നു. ഈ തിരിച്ചറിവാണ് മാറ്റത്തിന്റെ തുടക്കം. താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങളുടെ ഡയറിയിൽ ആത്മാർത്ഥമായി മറുപടി എഴുതുക. കുട്ടിക്കാലത്ത് എന്നെക്കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞ ഞാൻ ഇന്നും വിശ്വസിക്കുന്ന ആ ഒരു മോശം കാര്യം എന്താണ്? ജീവിതത്തിൽ വലിയൊരു വിജയം നേടുന്നതിൽ നിന്നും എന്നെ തടഞ്ഞു നിർത്തുന്ന എന്റെ ഉള്ളിലെ ഏറ്റവും വലിയ ഭയം എന്താണ്? ഞാൻ ഇങ്ങനെയൊക്കെയാണ്, എന്നെ മാറ്റാൻ കഴിയില്ല എന്ന് ഞാൻ എപ്പോഴും ഒഴികഴിവ് പറയുന്ന ആ സ്വഭാവം എന്താണ്? ഇത്രയുമായാൽ നിങ്ങളുടെ കറന്റ് അവതാർ ആ പേപ്പറിൽ കൃത്യമായി രേഖപ്പെടുത്താനാകും. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ: ആദ്യ ദിവസം മുഴുവൻ നിങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്ന രീതി ശ്രദ്ധിക്കുക. എപ്പോഴെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ നിന്നും അല്ലെങ്കിൽ നാവിൽ നിന്നും ഒരു നെഗറ്റീവ് അയാം പ്രസ്താവന വരികയാണെങ്കിൽ, ഉദാഹരണത്തിന്, ഓ ഞാൻ എപ്പോഴും മറന്നു പോകുന്നു എന്നിങ്ങനെ, അപ്പോൾ തന്നെ മനസ്സിൽ ഉറക്കെ പറയുക, ക്യാൻസൽ. അതിനുശേഷം ആ വാക്യത്തെ മാറ്റി എഴുതുക. ഞാൻ കാര്യങ്ങൾ ഓർത്തുവെക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ പഴയ അവതാറിന്റെ ചുവരുകളിൽ ആദ്യത്തെ വിള്ളൽ വീഴ്ത്താനുള്ള നിങ്ങളുടെ അവസരമാണിത്. ഇത് ഇന്ന് തന്നെ ചെയ്യുക. 2ാം ദിവസം, നിങ്ങൾ ആകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിത്വത്തിന്റെ കൃത്യമായ ബ്ലൂ പ്രിന്റ് നിർമ്മിക്കുക. പലരും ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? അവർക്ക് എവിടെയെങ്കിലും എത്തണം എന്ന ആഗ്രഹമുണ്ട്, പക്ഷെ എവിടെയാണ് എത്തേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു ചിത്രമില്ല. എനിക്ക് നന്നായി ജീവിക്കണം, എനിക്ക് വലിയ ആളാകണം എന്നൊക്കെ പറയുന്നത് വെറും ആഗ്രഹങ്ങൾ മാത്രമാണ്. ഒരു തയ്യൽക്കാരന്റെ അടുത്തു ചെന്ന് എനിക്ക് നല്ലൊരു വസ്ത്രം തയ്ച്ചു തരൂ എന്ന് മാത്രം പറഞ്ഞാൽ അയാൾക്ക് അത് ചെയ്യാൻ കഴിയില്ല. വസ്ത്രത്തിന്റെ അളവ്, നിറം, മോഡൽ എന്നിവ കൃത്യമായി പറയണം. അതുപോലെ നിങ്ങളുടെ തലച്ചോറിന് നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് കൃത്യമായ അളവുകളും അടയാളങ്ങളും നൽകണം. നമ്മൾ നമ്മുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വലിയ ലക്ഷ്യങ്ങളാണ് നിശ്ചയിക്കാറുള്ളത്. ഉദാഹരണത്തിന്, എനിക്ക് ഒരു പുതിയ കാർ വാങ്ങണം, അല്ലെങ്കിൽ എനിക്ക് പ്രമോഷൻ വേണം. എന്നാൽ ഇത്തരം ലക്ഷ്യങ്ങൾ എപ്പോഴും നമ്മുടെ നിയന്ത്രണത്തിലല്ല. കമ്പനിയിലെ സാമ്പത്തിക പ്രതിസന്ധി കാരണം പ്രമോഷൻ ലഭിച്ചില്ലെങ്കിൽ നമ്മൾ നിരാശരാകും, പ്ലാൻ ഉപേക്ഷിക്കും. എന്നാൽ ലക്ഷ്യങ്ങൾക്ക് പകരം നിങ്ങൾ മാറാൻ ആഗ്രഹിക്കുന്ന വ്യക്തിത്വത്തിൽ, ഐഡന്റിറ്റിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ കഥ മാറുന്നു. ലക്ഷ്യം എന്നത് ഒരു പുസ്തകം വായിച്ചു തീർക്കുക എന്നതല്ല, മറിച്ച് ഒരു വായനക്കാരനായി, റീഡറായി മാറുക എന്നതാണ്. ലക്ഷ്യം എന്നത് ഒരു മാരത്തോൺ ഓടുക എന്നതല്ല, മറിച്ച് ഒരു അത്ലറ്റായി മാറുക എന്നതാണ്. നിങ്ങൾ ഒരു വായനക്കാരനായി മാറിക്കഴിഞ്ഞാൽ പുസ്തകം വായിക്കുക എന്നത് നിങ്ങൾക്ക് കഠിനമായ ജോലിയല്ല, നിങ്ങളുടെ സ്വഭാവത്തിന്റെ ഭാഗമാണ്. നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫ് എന്നത് നിങ്ങളുടെ ലക്ഷ്യങ്ങളുടെ ഒരു വലിയ കൂട്ടമല്ല, മറിച്ച് ആ ലക്ഷ്യങ്ങളെല്ലാം ഇതിനകം തന്നെ കൈവരിച്ച ഒരു ഉന്നത വ്യക്തിത്വമാണ്. കായിക ലോകത്തും കലാരംഗത്തും വലിയ വിജയം നേടിയ പലരും ഉപയോഗിക്കുന്ന ഒരു മനഃശാസ്ത്ര വിദ്യയാണ് ആൾട്ടർ ഈഗോ. അതായത്, കഠിനമായ പ്രതിസന്ധികളോ വലിയ വെല്ലുവിളികളോ നേരിടുമ്പോൾ അവർ താൽക്കാലികമായി മറ്റൊരു ശക്തമായ കഥാപാത്രമായി സ്വയം സങ്കല്പിക്കുന്നു. പ്രശസ്ത പോപ്പ് ഗായിക ബിയോൺസെ തന്റെ കരിയറിന്റെ തുടക്കത്തിൽ സ്റ്റേജിൽ കയറാൻ ഭയപ്പെട്ടിരുന്ന നാണക്കാരിയായ ഒരു പെൺകുട്ടിയായിരുന്നു. ഇതിനെ മറികടക്കാൻ അവർ സ്റ്റേജിൽ കയറുന്നതിനു മുമ്പ് തനിക്കുള്ളിൽ സാഷ ഫിയേഴ്സ് എന്നൊരു ശക്തമായ ഭയമില്ലാത്ത കഥാപാത്രത്തെ സൃഷ്ടിച്ചു. സ്റ്റേജിൽ നിൽക്കുമ്പോൾ താൻ ബിയോൺസെ അല്ല, സാഷ ഫിയേഴ്സ് ആണ് എന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു.
നിങ്ങൾക്കും നിങ്ങളുടെ ഭാവിക്കായി ഈ ആൾട്ടർ ഈഗോ അല്ലെങ്കിൽ ഫ്യൂച്ചർ സെൽഫ് തിരക്കഥ തയ്യാറാക്കാം. നിലവിലെ നിങ്ങളുടെ ഭയങ്ങളും പരിമിതികളും ഇല്ലാത്ത പൂർണ്ണ ആത്മവിശ്വാസമുള്ള ഒരു രൂപം. ഇനി നമുക്ക് നിങ്ങളുടെ ആ പുതിയ രൂപത്തെ പേപ്പറിലേക്ക് പകർത്താം. ഈ വ്യായാമത്തെ ഫ്യൂച്ചർ സെൽഫ് സ്ക്രിപ്റ്റ് എന്ന് വിളിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും 3 വർഷം മുന്നോട്ട് പോയതായി സങ്കല്പിക്കുക. നിങ്ങൾ ആഗ്രഹിച്ച എല്ലാ മാറ്റങ്ങളും കൈവരിച്ച ഒരു വ്യക്തിയാണ് നിങ്ങളിപ്പോൾ. ആ വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ച് വർത്തമാനകാലത്തിൽ പ്രസന്റ് ടെൻസിൽ ഒരു പേജ് എഴുതുക. അതായത്, ഞാൻ ഭാവിയിൽ ഇങ്ങനെയാകും എന്നല്ല എഴുതേണ്ടത്, പകരം ഞാൻ ഇപ്പോൾ ഇങ്ങനെയാണ് എന്ന് വേണം എഴുതാൻ. എഴുതുമ്പോൾ താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ശാരീരികാവസ്ഥ. ഈ വ്യക്തി രാവിലെ എങ്ങനെയാണ് എഴുന്നേൽക്കുന്നത്? അദ്ദേഹത്തിന്റെ ആരോഗ്യം എങ്ങനെയുണ്ട്? എന്ത് തരം വസ്ത്രങ്ങളാണ് ധരിക്കുന്നത്? മാനസികാവസ്ഥ. പ്രതിസന്ധികൾ വരുമ്പോൾ ഈ വ്യക്തി എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ദേഷ്യപ്പെടുമോ അതോ ശാന്തനായിരിക്കുമോ? ശീലങ്ങൾ. ഈ വ്യക്തി ദിവസവും എപ്പോഴാണ് ഉറങ്ങുന്നത്? പണം എങ്ങനെയാണ് ചെലവഴിക്കുന്നത്? സോഷ്യൽ മീഡിയയിൽ എത്ര സമയം ചെലവഴിക്കുന്നുണ്ട്? ഉദാഹരണത്തിന്, ഞാൻ ഇപ്പോൾ എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് പൂർണ്ണ ഊർജത്തോടെ ഉണരുന്നു. എന്റെ ബിസിനസ് മീറ്റിംഗുകളിൽ ഞാൻ വളരെ ആത്മവിശ്വാസത്തോടെയാണ് സംസാരിക്കുന്നത്. പരാജയങ്ങൾ വരുമ്പോൾ ഞാൻ തളരാറില്ല, അതിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇങ്ങനെ എഴുതി കഴിയുമ്പോൾ നിങ്ങളുടെ പുതിയ രൂപത്തിന്റെ കൃത്യമായ ഒരു മാപ്പ് നിങ്ങളുടെ കയ്യിലുണ്ടാകും. ഫ്യൂച്ചർ സെൽഫ് കോമ്പസ്. നിങ്ങൾ ഈ പുതിയ തിരക്കഥ എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ ദിവസത്തെയും തീരുമാനങ്ങൾ എടുക്കാൻ ഈ രൂപത്തെ ഒരു കോമ്പസ് പോലെ ഉപയോഗിക്കാം. ഇനി മുതൽ ജീവിതത്തിൽ ഏതൊരു ആശയക്കുഴപ്പം വരുമ്പോഴും, ഉദാഹരണത്തിന് രാവിലെ അലാം അടിക്കുമ്പോൾ എഴുന്നേൽക്കണോ അതോ കിടക്കണോ എന്ന് ചിന്തിക്കുമ്പോൾ, നിലവിലെ മടിയനായ നിങ്ങളോടല്ല ചോദിക്കേണ്ടത്, പകരം നിങ്ങളുടെ ആ ഫ്യൂച്ചർ സെൽഫിനോട് ചോദിക്കുക, എന്റെ ഈ പുതിയ രൂപം ഈ സാഹചര്യത്തിൽ എന്തായിരിക്കും ചെയ്യുക? നിങ്ങളുടെ ഭാവി രൂപം ഒരിക്കലും സ്നൂസ് ബട്ടൺ അമർത്തി വീണ്ടും കിടന്നുറങ്ങില്ല. ആ രൂപം എഴുന്നേറ്റ് തന്റെ ലക്ഷ്യത്തിലേക്ക് നടക്കും. ഈ ഒരു ചോദ്യം നിങ്ങളുടെ എല്ലാ തെറ്റായ തീരുമാനങ്ങളെയും തിരുത്താൻ സഹായിക്കും. ഡയറിയും പേനയും എടുത്ത് താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് ആത്മാർത്ഥമായി മറുപടി എഴുതുക. ഞാൻ ആകാൻ ആഗ്രഹിക്കുന്ന ആ ഭാവി രൂപവും ഫ്യൂച്ചർ സെൽഫും എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്താണ്? എൻ്റെ ഭാവി രൂപം ദിവസവും ചെയ്യുന്ന, എന്നാൽ ഞാൻ ഇപ്പോൾ ചെയ്യാൻ മടിക്കുന്ന ആ ഒരു പ്രധാന ശീലം എന്താണ്? എൻ്റെ ഭാവി രൂപത്തിന്റെ വ്യക്തിത്വത്തെ ഒറ്റവാക്കിൽ വിശേഷിപ്പിക്കാൻ പറഞ്ഞാൽ ഞാൻ ഏത് വാക്കായിരിക്കും ഉപയോഗിക്കുക? ഉദാഹരണത്തിന്, ഭയമില്ലാത്തവൻ, അച്ചടക്കമുള്ളവൻ, കാരുണ്യമുള്ളവൻ എന്നിങ്ങനെ. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ. നിങ്ങൾ പുതിയ ഭാവി രൂപത്തിന്റെ ഏതെങ്കിലും ഒരു ചെറിയ ബാഹ്യ ലക്ഷണം ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. അത് വളരെ ലളിതമായ കാര്യമാകാം. നിങ്ങളുടെ ഭാവി രൂപം എപ്പോഴും മേശപ്പുറം വൃത്തിയായി സൂക്ഷിക്കുന്ന ഒരാളാണെങ്കിൽ ഇന്ന് നിങ്ങളുടെ മേശ വൃത്തിയാക്കുക. ബാഹ്യമായ ഈ ഒരു ചെറിയ മാറ്റം നിങ്ങൾ ഒരു പുതിയ വ്യക്തിയായി മാറാൻ തുടങ്ങി എന്നതിന്റെ തെളിവായി നിങ്ങളുടെ തലച്ചോറിന് അനുഭവപ്പെടും. ഇത് ആവർത്തിക്കുക. ഇപ്പോൾ നിങ്ങളുടെ ഐഡന്റിറ്റി ഷിഫ്റ്റിന്റെ ബ്ലൂ പ്രിന്റ് തയ്യാറായി കഴിഞ്ഞു. 3-ാം ദിവസം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പുതിയ വ്യക്തിത്വത്തെ വളർത്താൻ സഹായിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ബാഹ്യമായ ചുറ്റുപാടുകളെയും ഡിജിറ്റൽ ലോകത്തെയും എങ്ങനെ മാറ്റിയെടുക്കാം എന്നതിനെ കുറിച്ചാണ്. 3-ാം ദിവസം നിങ്ങളുടെ ചുറ്റുപാടുകൾ നിങ്ങളുടെ ഐഡന്റിറ്റിയെ നിർണയിക്കാൻ അനുവദിക്കാതിരിക്കുക. നമ്മുടെ തലച്ചോറ് ഒരു സ്പോഞ്ച് പോലെയാണ്. അത് ചുറ്റുമുള്ള എല്ലാ ഇൻപുട്ടുകളെയും അബോധപൂർവമായി വലിച്ചെടുക്കുന്നു. കമ്പ്യൂട്ടർ സയൻസിൽ ഒരു പ്രശസ്തമായ പ്രയോഗമുണ്ട്, ഗാർബേജ് ഇൻ ഗാർബേജ് ഔട്ട്. അഴുക്ക് ഉള്ളിലേക്ക് കൊടുത്താൽ അഴുക്ക് തന്നെ പുറത്തേക്ക് വരും. ദിവസവും രാവിലെ എഴുന്നേറ്റ് നെഗറ്റീവ് വാർത്തകളും സോഷ്യൽ മീഡിയയിലെ തർക്കങ്ങളും നിങ്ങളെ തളർത്തുന്ന സുഹൃത്തുക്കളുടെ വാക്കുകളുമാണ് തലച്ചോറിലേക്ക് നൽകുന്നത് എങ്കിൽ അതിൽ നിന്ന് ഒരു മികച്ച വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. നിങ്ങളുടെ പുതിയ ഐഡന്റിറ്റിക്ക് ജീവൻ നൽകണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തുന്ന ഇൻപുട്ടുകളെ നിങ്ങൾ കർശനമായി നിയന്ത്രിക്കണം. 3-ാം ദിവസം നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിനുള്ള പ്രായോഗിക വഴികളാണ്. അൽഗോരിതം ഓഡിറ്റ്.
ഇന്നത്തെ കാലത്ത് നമ്മുടെ ചിന്തകളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് സോഷ്യൽ മീഡിയ അൽഗോരിതങ്ങളാണ്. നിങ്ങൾ എന്തുതരം റീൽസ് അല്ലെങ്കിൽ പോസ്റ്റുകൾ ആണ് കൂടുതൽ സമയം നോക്കുന്നത്, അത്തരത്തിലുള്ളവ അൽഗോരിതം നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വീണ്ടും എത്തിക്കും. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ശ്രദ്ധയും ചിന്താഗതിയും ആ ആപ്പുകൾക്ക് അടിമപ്പെടുകയാണ്. നിങ്ങളുടെ ഫോൺ എടുത്ത് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് അല്ലെങ്കിൽ യൂട്യൂബ് എന്നിവ തുറക്കുക. നിങ്ങൾ ഫോളോ ചെയ്യുന്ന അക്കൗണ്ടുകളിലൂടെ ഒന്ന് കണ്ണോടിക്കുക. നിങ്ങൾക്ക് അസൂയയോ നിരാശയോ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സോ ഉണ്ടാക്കുന്ന അക്കൗണ്ടുകൾ ഏതൊക്കെയാണ്? അനാവശ്യ ഗോസിപ്പുകളും നെഗറ്റിവിറ്റിയും പ്രചരിപ്പിക്കുന്ന പേജുകൾ ഏതൊക്കെയാണ്? അത്തരത്തിലുള്ള എല്ലാ അക്കൗണ്ടുകളും ഇപ്പോൾ തന്നെ അൺഫോളോ ചെയ്യുകയോ മ്യൂട്ട് ചെയ്യുകയോ ചെയ്യുക. നിങ്ങളുടെ പുതിയ ഫ്യൂച്ചർ സെൽഫിന് ഒട്ടും യോജിക്കാത്ത കാര്യങ്ങൾ കാണുന്നത് പൂർണ്ണമായി നിർത്തുക. പകരം നിങ്ങൾക്ക് അറിവും പ്രചോദനവും നൽകുന്ന ഇൻപുട്ടുകൾ കൊണ്ട് നിങ്ങളുടെ ഡിജിറ്റൽ ലോകത്തെ നിറയ്ക്കുക. നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന 5 ആളുകളുടെ ശരാശരി രൂപമാണ് നിങ്ങൾ. മനുഷ്യന്റെ തലച്ചോറിൽ മിറർ ന്യൂറോണുകൾ എന്നൊരു സംവിധാനമുണ്ട്. നിരന്തരം ഒപ്പമുള്ള ആളുകളുടെ പെരുമാറ്റവും സംസാരിക്കുന്ന ശൈലിയും അവരുടെ ചിന്താഗതിയും അബോധപൂർവമായി അനുകരിക്കാൻ ഈ ന്യൂറോണുകൾ നമ്മെ പ്രേരിപ്പിക്കും. നിങ്ങളുടെ സുഹൃത്തുക്കൾ എപ്പോഴും ഒഴികഴിവുകൾ പറയുന്നവരും മറ്റുള്ളവരെ കുറ്റം പറയുന്നവരും വലിയ ലക്ഷ്യം ഇല്ലാത്തവരുമാണെങ്കിൽ നിങ്ങൾ എത്ര ശ്രമിച്ചാലും നിങ്ങളുടെ പുതിയ ഐഡന്റിറ്റിയിലേക്ക് മാറാൻ കഴിയില്ല. കാരണം നിങ്ങളുടെ പഴയ ചുറ്റുപാട് നിങ്ങളെ പിന്നോട്ട് വലിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളെ വളരാൻ പ്രേരിപ്പിക്കുന്ന, നിങ്ങളുടെ ലക്ഷ്യങ്ങളെ ബഹുമാനിക്കുന്ന ആളുകളുമായി കൂടുതൽ സമയം ചെലവഴിക്കുക. നേരിട്ട് അത്തരം ആളുകളെ കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നല്ല പുസ്തകങ്ങളിലൂടെയും പോഡ്കാസ്റ്റുകളിലൂടെയും ലോകത്തിലെ ഏറ്റവും മികച്ച ചിന്തകരെ നിങ്ങളുടെ ആ 5 പേരുടെ ലിസ്റ്റിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്ന ആദ്യത്തെ 1 മണിക്കൂറും രാത്രി ഉറങ്ങുന്നതിനു മുൻപുള്ള അവസാനത്തെ 1 മണിക്കൂറും നിങ്ങളുടെ ഉപബോധ മനസ്സ് ഏറ്റവും കൂടുതൽ സജീവമായിരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് നൽകുന്ന ഇൻപുട്ടുകൾ നിങ്ങളുടെ മനസ്സിനെ ആഴത്തിൽ സ്വാധീനിക്കും. പലരുടെയും ശീലം രാവിലെ കണ്ണ് തുറക്കുമ്പോൾ തന്നെ ഫോൺ നോക്കുക എന്നതാണ്. ഇത് നിങ്ങളുടെ തലച്ചോറിനെ ഉണർത്തുന്നത് തന്നെ ഉത്കണ്ഠയോടും സമ്മർദ്ദത്തോടും കൂടിയാണ്. രാവിലെ ആദ്യത്തെ 60 മിനിറ്റ് ഫോൺ പൂർണ്ണമായി മാറ്റിവെക്കുക. ശാന്തരായി ഇരിക്കുക. ഡയറി എഴുതുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫ് സ്ക്രിപ്റ്റ് വായിക്കുക. രാത്രി ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് എല്ലാ ഡിജിറ്റൽ സ്ക്രീനുകളും ഓഫ് ചെയ്യുക. ഇത് നിങ്ങളുടെ ഉറക്കത്തിന്റെ നിലവാരം കൂട്ടുക മാത്രമല്ല, രാത്രിയിൽ അനാവശ്യ ചിന്തകൾ ഉണ്ടാകുന്നത് തടയുകയും ചെയ്യും. ഡയറിയും പേനയും എടുത്ത് താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഞാൻ ദിവസവും സോഷ്യൽ മീഡിയയിൽ കാണുന്ന കാര്യങ്ങളിൽ ഭൂരിഭാഗവും എന്നെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നതാണോ അതോ എന്റെ സമയം കളയുന്നതാണോ? ഞാൻ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന ആ 5 ആളുകൾ ആരാണ്? അവർ എന്നെ എന്റെ ഫ്യൂച്ചർ സെൽഫിലേക്ക് ആകർഷിക്കുന്നുണ്ടോ അതോ പഴയ അവസ്ഥയിൽ തന്നെ നിർത്തുന്നുണ്ടോ? രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ഫോൺ നോക്കുന്ന ശീലം മാറ്റാൻ എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ലളിതമായ കാര്യം എന്താണ്? അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇന്ന് നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് തുറന്ന് നിങ്ങളെ അനാവശ്യമായി ആകർഷിക്കുന്നതോ നെഗറ്റിവിറ്റി തരുന്നതോ ആയ കുറഞ്ഞത് 5 അക്കൗണ്ടുകൾ അൺഫോളോ ചെയ്യുക. ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് 45 മിനിറ്റ് മുൻപ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റൊരു മുറിയിൽ വെക്കുകയോ ചെയ്യുക. ആ സമയം നിങ്ങളുടെ പുതിയ രൂപത്തെക്കുറിച്ച് ചിന്തിക്കാനോ ഒരു പുസ്തകം വായിക്കാനോ ഉപയോഗിക്കുക. ഉള്ളിലേക്ക് നൽകുന്ന വിഭവങ്ങൾ മാറുമ്പോൾ നിങ്ങളുടെ സ്വത്വവും മാറാൻ തുടങ്ങും. 4-ാം ദിവസം, ചെറിയ വിജയങ്ങളിലൂടെ നിങ്ങളുടെ വിശ്വാസം വീണ്ടെടുക്കുക. നമ്മുടെ തലച്ചോർ പ്രവർത്തിക്കുന്നത് ലോജിക് അനുസരിച്ചാണ്. നിങ്ങൾ ഇത്രയും കാലം മടിയനായി ജീവിച്ചിട്ട് പെട്ടെന്നൊരു ദിവസം രാവിലെ കണ്ണാടി നോക്കി ഞാൻ ഒരു വലിയ ബിസിനസ്സുകാരനാണ്, ഞാൻ അതീവ അച്ചടക്കമുള്ളവനാണ് എന്ന് സ്വയം പറഞ്ഞാൽ ബ്രെയിൻ അത് വിശ്വസിക്കില്ല. കാരണം അതിൻ്റെ കയ്യിൽ അതിനുള്ള തെളിവുകളില്ല. ഒരു പുതിയ ഐഡന്റിറ്റി നിങ്ങളുടെ ഉള്ളിൽ ഉറയ്ക്കണം എങ്കിൽ ആ വ്യക്തിത്വത്തിന് അനുകൂലമായ പുതിയ തെളിവുകൾ നിങ്ങൾ തലച്ചോറിന് നൽകണം. ഇതിനെയാണ് നമ്മൾ കാസ്റ്റിംഗ് സ്മോൾ വോട്ട്സ് അഥവാ ചെറിയ വോട്ടുകൾ രേഖപ്പെടുത്തുക എന്ന് വിളിക്കുന്നത്. നിങ്ങളുടെ ജീവിതം ഒരു ജനാധിപത്യ രാജ്യം പോലെയാണ്.
അവിടെ രണ്ട് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. നിങ്ങളുടെ പഴയ രൂപവും നിങ്ങളുടെ ഭാവി രൂപവും. ഓൾഡ് അവതാർ ആൻഡ് ഫ്യൂച്ചർ സെൽഫ്. ഇതിൽ ആര് ജയിക്കണം എന്ന് തീരുമാനിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ ലഭിക്കുന്ന വോട്ടുകളുടെ എണ്ണമാണ്. ഇവിടെ വോട്ടുകൾ എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന ഓരോ ചെറിയ പ്രവൃത്തികളുമാണ്. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ബെഡ് കൃത്യമായി മടക്കി വെക്കുമ്പോൾ നിങ്ങൾ അച്ചടക്കമുള്ള ഒരു വ്യക്തിക്ക് അനുകൂലമായി ഒരു വോട്ട് രേഖപ്പെടുത്തുന്നു. നിങ്ങൾ ജങ്ക് ഫുഡ് കഴിക്കാതെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ നിങ്ങൾ ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്നു. അതേസമയം നിങ്ങൾ അലാറം സ്നൂസ് ചെയ്യുമ്പോൾ പഴയ മടിയനായ രൂപത്തിന് ഒരു വോട്ട് കൂടി വീഴുന്നു. വോട്ടെടുപ്പിൽ ജയിക്കാൻ നിങ്ങൾക്ക് 100% വോട്ടുകളും ലഭിക്കേണ്ടതില്ല. ഭൂരിപക്ഷം മാത്രം കിട്ടിയാൽ മതി. ദിവസേനയുള്ള നിങ്ങളുടെ പ്രവൃത്തികളിൽ 51% വോട്ടുകളെങ്കിലും നിങ്ങളുടെ പുതിയ രൂപത്തിന് അനുകൂലമായി വീഴുകയാണെങ്കിൽ നിങ്ങളുടെ ഐഡന്റിറ്റി പതുക്കെ മാറാൻ തുടങ്ങും. വിജയത്തിന്റെ അളവുകോൽ ചെറുതാക്കുക. ലോവർ ദ ബാർ. പലരും പുതിയൊരു ഐഡന്റിറ്റിയിലേക്ക് മാറാൻ ശ്രമിക്കുമ്പോൾ തോറ്റുപോകുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? അവർ ആദ്യത്തെ ദിവസം തന്നെ വലിയ വോട്ടുകൾ ചെയ്യാൻ നോക്കും. ഞാൻ ഇന്നു മുതൽ ദിവസവും 2 മണിക്കൂർ ജിമ്മിൽ പോകും എന്ന് തീരുമാനിക്കും. 2 ദിവസം അത് ചെയ്യും. 3-ാമത്തെ ദിവസം ശരീരം വേദനിക്കുമ്പോൾ അത് നിർത്തും. അതോടെ പഴയ രൂപത്തിന് വീണ്ടും വോട്ട് വീഴാൻ തുടങ്ങും. നമ്മുടെ ലക്ഷ്യം ഒരു ദിവസം കൊണ്ട് വലിയ കാര്യം ചെയ്യുക എന്നതല്ല, പകരം ആ പുതിയ വ്യക്തിയാണ് ഞാൻ എന്ന് തലച്ചോറിനെ വിശ്വസിപ്പിക്കുക എന്നതാണ്. അതിനായി വോട്ടിന്റെ വലിപ്പമല്ല പ്രധാനം, അതിന്റെ സ്ഥിരതയാണ്, കൺസിസ്റ്റൻസി. നിങ്ങൾക്ക് ഒരു എഴുത്തുകാരൻ ആകണം എന്നുണ്ടെങ്കിൽ ദിവസവും ഒരു അധ്യായം എഴുതാൻ നോക്കരുത്, ദിവസവും ഒരു വരി എഴുതുക. നിങ്ങൾക്ക് ഫിറ്റ്നസ് ഉള്ള വ്യക്തി ആകണം എന്നുണ്ടെങ്കിൽ ദിവസവും 1 മണിക്കൂർ വ്യായാമം ചെയ്യേണ്ടതില്ല, ദിവസവും 5 പുഷപ്പുകൾ ചെയ്യുകയോ 10 മിനിറ്റ് നടക്കുകയോ ചെയ്യുക. ഒരു വരി എഴുതുമ്പോൾ നിങ്ങൾ ഒരു എഴുത്തുകാരനായി മാറുകയാണ്. 10 മിനിറ്റ് നടക്കുമ്പോൾ നിങ്ങൾ ഒരു അത്ലറ്റായി മാറുകയാണ്. അളവ് തീരെ ചെറുതാണെങ്കിലും അവിടെ തെളിവ് അഥവാ എവിഡൻസ് ജനിക്കുകയാണ്. ആ തെളിവ് നിങ്ങളുടെ ആത്മവിശ്വാസത്തെ വളർത്തും. എവിഡൻസ് ലൂപ്പ്. ഇതൊരു മനോഹരമായ ചക്രമാണ്. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ചെറിയൊരു പ്രവൃത്തി ചെയ്യുന്നു, തലച്ചോറിന് പുതിയൊരു തെളിവ് ലഭിക്കുന്നു, ആത്മവിശ്വാസം കൂടുന്നു, പുതിയ ഐഡന്റിറ്റി ശക്തമാകുന്നു, കൂടുതൽ വലിയ പ്രവൃത്തികൾ ചെയ്യാൻ ഒരു മോട്ടിവേഷൻ തോന്നുന്നു. നിങ്ങൾ ഒരു ചെറിയ വോട്ട് ചെയ്യുമ്പോൾ ആ തെളിവ് നിങ്ങളുടെ പുതിയ ഐഡന്റിറ്റിയെ ശക്തമാക്കും. ഐഡന്റിറ്റി ശക്തമാകുമ്പോൾ പിന്നീട് വലിയ വോട്ടുകൾ ചെയ്യുന്നത് നിങ്ങൾക്ക് എളുപ്പമായി മാറും. അതുകൊണ്ട് തുടക്കം എപ്പോഴും നിങ്ങളുടെ പരിധിയിൽ ഒതുങ്ങുന്നത്ര ചെറുതായിരിക്കണം. ഡയറിയും പേനയും എടുത്ത് താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഞാൻ ചെയ്ത കാര്യങ്ങൾ ഭൂരിഭാഗവും എൻ്റെ പഴയ രൂപത്തിനാണോ അതോ പുതിയ ഭാവി രൂപത്തിനാണോ വോട്ട് ചെയ്തത്? എൻ്റെ പുതിയ ഫ്യൂച്ചർ സെൽഫിന് അനുകൂലമായി എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ എന്നാൽ പരാജയപ്പെടാൻ സാധ്യതയില്ലാത്ത ആ ഒരു മൈക്രോ ആക്ഷൻ എന്താണ്? വലിയ വലിയ പ്ലാനുകൾ ഉണ്ടാക്കി പകുതി വഴിയിൽ നിർത്തിക്കളയുന്ന എൻ്റെ ശീലം മാറ്റാൻ ഞാൻ എങ്ങനെയാണ് വിജയത്തിന്റെ അളവുകോൽ ചെറുതാക്കാൻ പോകുന്നത്? അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ. കാസ്റ്റ് യുവർ ഫസ്റ്റ് ഇന്റൻഷണൽ വോട്ട്. അടുത്ത 2 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ഭാവി രൂപത്തിന് അനുകൂലമായി ഒരു വോട്ട് രേഖപ്പെടുത്തുക. അത് വളരെ ചെറുതായിരിക്കണം. നിങ്ങളുടെ വസ്ത്രങ്ങൾ ഇപ്പോൾ തന്നെ കൃത്യമായി മടക്കി വെക്കുക. അല്ലെങ്കിൽ ഒരു പുസ്തകത്തിന്റെ വെറും 2 പേജെങ്കിലും വായിക്കുക. അല്ലെങ്കിൽ ഫോൺ തൊടാതെ 5 മിനിറ്റ് ശാന്തമായി ഇരിക്കുക. അത് ചെയ്തു കഴിഞ്ഞ ഉടനെ നിങ്ങളുടെ ഡയറിയിൽ ഒരു ടിക്ക് മാർക്കിടുക. തലച്ചോറിനോട് പറയുക, ദാ നോക്കൂ, ഞാൻ പറഞ്ഞതുപോലെ ചെയ്തു, ഇതാണ് ഞാൻ. 5-ാം ദിവസം. വീഴ്ചകളുടെ നിമിഷങ്ങളിൽ സ്വയം സംസാരിക്കുന്ന ശൈലി മാറ്റുക. നമ്മൾ പുതിയ മാറ്റങ്ങൾക്ക് അനുകൂലമായി ചെറിയ വോട്ടുകൾ രേഖപ്പെടുത്താൻ തുടങ്ങിക്കഴിഞ്ഞു. എന്നാൽ ഒരു പുതിയ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ എപ്പോഴെങ്കിലും നമുക്കൊരു വീഴ്ച സംഭവിച്ചേക്കാം. വിചാരിച്ച സമയത്ത് എഴുന്നേൽക്കാൻ പറ്റിയില്ലെന്ന് വരാം. അല്ലെങ്കിൽ ചെയ്യാനിരിക്കുന്ന ഒരു ജോലി മടി കാരണം മാറ്റിവെച്ചേക്കാം. അത്തരം നിമിഷങ്ങളിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്നും ഉയരുന്ന ആ ശബ്ദം എന്താണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കണ്ടോ,
ഞാൻ വിചാരിച്ചതാ നീ ഇത് പാതി വഴിയിൽ നിർത്തും എന്ന്. നിനക്കൊന്നിനും ഒരു സ്ഥിരതയില്ല. നീ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. നിനക്കൊന്നും മാറാൻ കഴിയില്ല. ഈ ശബ്ദത്തെയാണ് നമ്മൾ ഇന്റേണൽ നരേറ്റീവ് അല്ലെങ്കിൽ ആന്തരിക തിരക്കഥ എന്ന് വിളിക്കുന്നത്. ഒരു തെറ്റ് സംഭവിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് ആ തെറ്റിനെ എങ്ങനെയാണ് നിങ്ങളോട് വിശദീകരിക്കുന്നത് എന്നത് നിങ്ങളുടെ ഐഡന്റിറ്റിയെ നിർണയിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. മുകളിൽ പറഞ്ഞ രീതിയിലാണ് നിങ്ങൾ സ്വയം സംസാരിക്കുന്നതെങ്കിൽ ഓരോ ചെറിയ വീഴ്ചയും നിങ്ങളുടെ പഴയ രൂപത്തിലേക്ക് നിങ്ങളെ വേഗത്തിൽ തിരിച്ചെത്തിക്കും. പരാജയങ്ങളോട് മനുഷ്യർ രണ്ട് രീതിയിലാണ് പ്രതികരിക്കുന്നത്. സ്ഥിരമായ ചിന്താഗതി, പെർമനന്റ്. ഞാൻ ഒരു പരാജയമാണ്, എന്നെ ഒന്നിനും കൊള്ളില്ല. ഇത് തെറ്റിനെ നിങ്ങളുടെ ഐഡന്റിറ്റിയുമായി ബന്ധിപ്പിക്കുന്നു, മാറ്റം അസാധ്യമാക്കുന്നു. സാഹചര്യപരമായ ചിന്താഗതി, സിറ്റുവേഷണൽ. എനിക്ക് ഈ ഒരു തവണ തെറ്റുപറ്റി, പക്ഷേ ഞാൻ പഠിക്കുകയാണ്. ഇത് തെറ്റിനെ ഒരു താത്കാലിക സംഭവം മാത്രമായി കാണുന്നു, മാറാൻ പ്രചോദനം നൽകുന്നു. നിങ്ങളുടെ പുതിയ ഐഡന്റിറ്റിക്ക് വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ ആ രൂപം അതിനെ വ്യക്തിപരമായി എടുക്കാറില്ല. ഞാൻ ഒരു മോശം വ്യക്തിയാണ് എന്ന് പറയുന്നതിന് പകരം ഞാൻ ചെയ്ത ആ ഒരു പ്രവൃത്തി മോശമായി പോയി, അടുത്ത തവണ ഞാനത് തിരുത്തും എന്ന രീതിയിൽ ചിന്തിക്കാൻ ശീലിക്കുക. നിങ്ങൾ കാണുന്ന സിനിമയിലെ നായകന്മാരെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. തുടക്കം മുതൽ ഒടുക്കം വരെ യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ ജീവിക്കുന്ന ഒരാളെ നമുക്ക് സിനിമയിൽ ഇഷ്ടപ്പെടുമോ? ഇല്ല. നായകൻ പരാജയപ്പെടണം, വീഴണം, പ്രതിസന്ധികളിൽ അകപ്പെടണം. അതിനുശേഷം അയാൾ എങ്ങനെ ശക്തമായി തിരിച്ചു വരുന്നു എന്നതാണ് ആ സിനിമയെ മനോഹരമാക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തെയും ഒരു സിനിമ പോലെ കാണുക. ഇപ്പോൾ നിങ്ങൾക്ക് സംഭവിക്കുന്ന വീഴ്ചകൾ നിങ്ങളുടെ കഥയുടെ അവസാനമല്ല. അടുത്ത തവണ എന്തെങ്കിലും ഒരു പരാജയം ഉണ്ടാകുമ്പോൾ കണ്ണാടിയിൽ നോക്കി അല്ലെങ്കിൽ മനസ്സിൽ ഉറക്കെ പറയുക, ഇത് എന്റെ സിനിമയിലെ നായകൻ തളർന്നു പോകുന്ന ഭാഗമാണ്. ഇനി അവൻ എങ്ങനെ ഇതിനെ മറികടന്ന് തിരിച്ചു വരുന്നു എന്ന് നമുക്ക് കാണാം. ഈ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിന് നൽകുന്ന ഊർജം വളരെ വലുതായിരിക്കും. ഡയറിയും പേനയും എടുത്ത് താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഒരു തെറ്റ് സംഭവിക്കുമ്പോൾ എൻ്റെ ഉള്ളിലെ ശബ്ദം എന്നെയാണോ കുറ്റപ്പെടുത്താറുള്ളത്, അതോ സാഹചര്യത്തെയാണോ? മറ്റൊരു സുഹൃത്തിനാണ് ഈ വീഴ്ച സംഭവിച്ചത് എങ്കിൽ ഞാൻ അവനെ എങ്ങനെയാണോ ആശ്വസിപ്പിക്കുക, അതേ രീതിയിലാണോ ഞാൻ എന്നോട് പെരുമാറുന്നത്? എൻ്റെ ആന്തരിക തിരക്കഥയിൽ, ഇന്റേണൽ നരേറ്റീവിൽ ഞാൻ ഏറ്റവും കൂടുതൽ തിരുത്താൻ ആഗ്രഹിക്കുന്ന ആ ഒരു നെഗറ്റീവ് വാചകം എന്താണ്? അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ തടസ്സമോ തെറ്റോ സംഭവിക്കുകയാണെങ്കിൽ അത് വണ്ടി ബ്ലോക്കിൽ പെടുന്നതോ ഒരു ഫോൺ കോൾ വിചാരിച്ച പോലെ നടക്കാത്തതോ ആകാം. പെട്ടെന്ന് ദേഷ്യപ്പെടുകയോ സ്വയം കുറ്റപ്പെടുത്തുകയോ ചെയ്യരുത്. 5 സെക്കൻഡ് ശാന്തമായി ശ്വാസമെടുത്ത് മനസ്സിൽ പറയുക, ഇതാണ് എൻ്റെ കഥയിലെ ട്വിസ്റ്റ്. ഒരു ഫ്യൂച്ചർ സെൽഫ് ആയി ഞാൻ ഇതിനെ ശാന്തതയോടെ കൈകാര്യം ചെയ്യാൻ പഠിക്കുകയാണ്. നിങ്ങളുടെ ചിന്താഗതിയിലെ ഈ മാറ്റം നിങ്ങളുടെ തലച്ചോറിന് പുതിയൊരു കരുത്ത് നൽകും. 6-ാം ദിവസം, നിങ്ങളുടെ സുരക്ഷിത വലയത്തിന്റെ തടവറ തകർക്കുക. കംഫർട്ട് സോൺ വളരെ വിചിത്രമായ സ്ഥലമാണ്. അവിടെ വലിയ സങ്കടങ്ങൾ ഇല്ലായിരിക്കാം, പക്ഷേ അവിടെ ഒട്ടും വളർച്ചയുമില്ല. നിങ്ങളുടെ പഴയ രൂപത്തിന് ആ വലയത്തിനുള്ളിൽ ഇരിക്കാനാണ് ഏറ്റവും കൂടുതൽ താല്പര്യം. കാരണം അവിടെ പുതിയ വെല്ലുവിളികളില്ല, പരാജയപ്പെടും എന്ന പേടിയില്ല, എല്ലാം സുരക്ഷിതമാണ്. എന്നാൽ ഓർക്കുക, ഒരു പുതിയ ഐഡന്റിറ്റി ഷിഫ്റ്റ് ഉണ്ടാകണമെങ്കിൽ നിങ്ങളുടെ പഴയ സുരക്ഷിത വലയത്തിന് പുറത്തുള്ള കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങളുടെ മനസ്സിനെ ശീലിപ്പിക്കണം. അസ്വസ്ഥതയാണ് വളർച്ചയുടെ അടയാളം. പലരും വിചാരിക്കുന്നത് ഒരു പുതിയ കാര്യം ചെയ്യുമ്പോൾ ഭയമോ അസ്വസ്ഥതയോ തോന്നിയാൽ ഞാൻ ഇത് ചെയ്യാൻ പാടില്ല എന്നാണ്. എന്നാൽ സത്യത്തിൽ ആ തോന്നൽ ഉണ്ടാകുന്നത് നിങ്ങളുടെ തലച്ചോറ് പുതിയൊരു മേഖലയിലേക്ക് വളരാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ്. ജിമ്മിൽ പോയി വ്യായാമം ചെയ്യുമ്പോൾ പേശികൾക്ക് വേദനയുണ്ടാകാറില്ലേ? ആ വേദന പേശികൾ വളരുന്നതിന്റെ അടയാളമാണ്. അതുപോലെ മാനസികമായ അസ്വസ്ഥതകൾ നിങ്ങളുടെ വ്യക്തിത്വം വികസിക്കുന്നതിന്റെ ലക്ഷണമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ വലിയ കാര്യങ്ങളും നിങ്ങളുടെ കംഫർട്ട് സോണിന് പുറത്താണ് കാത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആളുകളുടെ മുന്നിൽ സംസാരിക്കാൻ പേടിയുണ്ടെങ്കിൽ ആ പേടിയെ മറികടന്ന് സംസാരിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾ ധൈര്യശാലിയായ ഒരു വ്യക്തിയായി മാറുന്നത്.
അസ്വസ്ഥതകളെ ഭയപ്പെടുന്നതിന് പകരം അതിനെ വളർച്ചയ്ക്കുള്ള ഒരു കോമ്പസായി കാണാൻ പഠിക്കുക. നിങ്ങളുടെ പഴയ രൂപം ഒരിക്കലും ചെയ്യാൻ ധൈര്യപ്പെടാത്ത, എന്നാൽ വലിയ അപകടങ്ങളില്ലാത്ത ചില കാര്യങ്ങൾ തിരഞ്ഞെടുക്കുക. ഉദാഹരണത്തിന്, ഒരു മീറ്റിംഗിലോ ക്ലാസ്സിലോ എല്ലാവർക്കും മുൻപ് ആദ്യമേ എഴുന്നേറ്റ് ഒരു ചോദ്യം ചോദിക്കുക. താല്പര്യമില്ലാത്ത ഒരു കാര്യത്തോട് അനാവശ്യ ഒഴികഴിവുകൾ പറയാതെ കൃത്യമായി നോ പറയുക. പരിചയമില്ലാത്ത ഒരു വ്യക്തിയോട് പുഞ്ചിരിച്ചുകൊണ്ട് ഒരു ഹലോ പറയുക. ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹൃദയമിടിപ്പ് അല്പം കൂടിയേക്കാം. എന്നാൽ അത് ചെയ്തു കഴിയുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സിന് ഒരു സന്ദേശം ലഭിക്കും. ദാ നോക്കൂ, നീ വിചാരിച്ചതുപോലെ ഇതൊന്നും അത്ര പേടിക്കേണ്ട കാര്യമല്ല. നീ വിചാരിച്ചതിനേക്കാൾ ശക്തനാണ്. ഈ അനുഭവം നിങ്ങളുടെ പുതിയ ഐഡന്റിറ്റിയെ ശക്തമാക്കും. കംഫർട്ട് സോണിന്റെ വലിയൊരു ഭാഗം മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്ന ഭയമാണ്. ഈ ഒരു ഭയം കാരണം നമ്മൾ പലപ്പോഴും നമ്മുടെ യഥാർത്ഥ കഴിവുകൾ പുറത്തെടുക്കാറില്ല. ഡയറിയും പേനയും എടുത്ത് താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് ഭയന്ന് ഞാൻ ചെയ്യാൻ മടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു കാര്യം എന്താണ്? എൻ്റെ ഇപ്പോഴത്തെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ട് തരുന്ന, എന്നാൽ എൻ്റെ വളർച്ചയെ തടയുന്ന ആ ഒരു ശീലം എന്താണ്? എൻ്റെ ഫ്യൂച്ചർ സെൽഫ് വളരെ എളുപ്പത്തിൽ ചെയ്യുന്ന, എന്നാൽ എൻ്റെ കംഫർട്ട് സോണിന് പുറത്തുള്ള ഒരു കാര്യം എന്താണ്? അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇന്ന് നിങ്ങളുടെ പഴയ രൂപം ചെയ്യാൻ മടിക്കുന്ന ഏതെങ്കിലും ഒരു ചെറിയ അസ്വസ്ഥത നിറഞ്ഞ കാര്യം നിർബന്ധമായും ചെയ്യുക. അത് ഒരുപക്ഷെ വളരെ കാലമായി വിളിക്കാൻ മടിച്ചിരുന്ന ഒരു വ്യക്തിയെ ഫോൺ വിളിക്കുന്നതാകാം. നിങ്ങളുടെ അഭിപ്രായം മറ്റുള്ളവരുടെ മുന്നിൽ തുറന്നു പറയുന്നതാകാം. അല്ലെങ്കിൽ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുമ്പോൾ കയ്യിലുള്ള ബില്ലിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് ചോദിക്കുന്നതാകാം. നിങ്ങളുടെ ഹൃദയമിടിപ്പ് കൂട്ടുന്ന ആ ഒരു കാര്യം ഇന്ന് ചെയ്യുക. നിങ്ങളുടെ ധൈര്യം കൂടുന്നത് നിങ്ങൾക്ക് സ്വയം അനുഭവിക്കാൻ കഴിയും. 7-ാം ദിവസം, പുതിയ ശീലങ്ങളെ ആചാരങ്ങളാക്കുക. ശീലങ്ങളും ആചാരങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ഹാബിറ്റ്സ് വേഴ്സസ് റിച്വൽസ്. ശീലം എന്നാൽ നിങ്ങൾ യാന്ത്രികമായി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. ഉദാഹരണത്തിന്, രാവിലെ പല്ല് തേക്കുന്നത്. അതിൽ വലിയ വികാരങ്ങളോ വലിയ ലക്ഷ്യബോധമോ ഉണ്ടാകണം എന്നില്ല. എന്നാൽ ആചാരം, റിച്വൽ എന്നത് ആഴമേറിയ അർത്ഥമുള്ള ഒന്നാണ്. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് വെറുതെ ജിമ്മിൽ പോകുന്നത് ഒരു ശീലമാണ്. എന്നാൽ ഞാൻ എൻ്റെ ശരീരത്തെ ബഹുമാനിക്കുന്ന ആരോഗ്യവാനായ ഒരു വ്യക്തിയാണ് എന്ന ബോധ്യത്തോടെ, പൂർണ്ണ മനസ്സോടെ വ്യായാമം ചെയ്യാൻ ഇറങ്ങുന്നത് ഒരു ആചാരമാണ്. കപ്പൽ കടലിലെ കാറ്റിലും ഓളങ്ങളിലും പെട്ട് ഒഴുകിപ്പോകാതിരിക്കാൻ അതിനെ ഒരു ആങ്കർ ഇട്ട് നിർത്താറില്ലേ? അതുപോലെ ജീവിതത്തിലെ തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ പുതിയ രൂപം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നിങ്ങൾക്ക് ഒരു ഐഡന്റിറ്റി ആങ്കർ ആവശ്യമാണ്. ഇത് നിങ്ങൾ ദിവസവും മുടങ്ങാതെ ചെയ്യുന്ന, നിങ്ങളുടെ പുതിയ രൂപത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു നോൺ നെഗോഷ്യബിൾ, അതായത് യാതൊരു ഒഴികഴിവുമില്ലാതെ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കണം. ഇത് വളരെ വലിയ കാര്യമാകണം എന്നില്ല. നിങ്ങളുടെ പുതിയ രൂപം ശാന്തനായ ഒരാളാണെങ്കിൽ ദിവസവും രാവിലെ 5 മിനിറ്റ് കണ്ണടച്ചിരുന്ന് ധ്യാനം അഥവാ മെഡിറ്റേഷൻ ചെയ്യുന്നത് നിങ്ങളുടെ ആങ്കർ ആകാം. നിങ്ങൾ ഒരു എഴുത്തുകാരനാകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഡയറിയിൽ എഴുതുന്ന 3 വരികൾ നിങ്ങളുടെ ആങ്കർ ആകാം. ഈ ഒരു ആചാരം നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പുതിയ ഐഡന്റിറ്റി നിങ്ങളുടെ ഉള്ളിൽ ജീവനോടെ ഇരിക്കുന്നു എന്നാണ് അർത്ഥം. ജീവിതത്തിൽ എന്ത് വലിയ പ്രതിസന്ധികൾ വന്നാലും ഈ ഒരു ആചാരം മാത്രം മുടങ്ങാൻ അനുവദിക്കരുത്. ഐഡന്റിറ്റി ഷിഫ്റ്റ് ഒരു പുതിയ വ്യക്തിയായി അഭിനയിക്കലോ കാപട്യമോ അല്ല. ഇത് നിങ്ങളല്ലാത്ത മറ്റുള്ളവർ നിങ്ങളുടെ തലയിൽ കെട്ടിവെച്ച ആ പഴയ ലേബലുകളെ മുഴുവൻ ഉരിച്ചു കളയുന്ന ഒരു പ്രക്രിയയാണ്. ഒരു ശില്പി പാറക്കല്ലിൽ നിന്നും അനാവശ്യമായ ഭാഗങ്ങൾ ചെത്തി മാറ്റുമ്പോഴാണ് അതിനുള്ളിലെ മനോഹരമായ വിഗ്രഹം പുറത്തു വരുന്നത്. അതുപോലെ നിങ്ങളുടെ ഉള്ളിലെ അനാവശ്യ ഭയങ്ങളെയും ചിന്തകളെയും മാറ്റിവെക്കുമ്പോൾ നിങ്ങളുടെ ഏറ്റവും മികച്ച രൂപം തനിയെ പുറത്തു വരും. നിങ്ങൾ ഇപ്പോൾ ആ പുതിയ രൂപത്തെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇനി ഒരിക്കലും ആ പഴയ തടവറയിലേക്ക് തിരിച്ചു പോകരുത്. നിങ്ങളുടെ 7 ദിവസത്തെ യാത്ര ഇവിടെ പൂർണ്ണമാകുകയാണ്. എന്നാൽ ഓർക്കുക, ഇത് ഒരു അവസാനമല്ല, നിങ്ങളുടെ യഥാർത്ഥ ജീവിതത്തിന്റെ തുടക്കമാണ്. കയ്യിലെ കോമ്പസ് കൃത്യമാണ്.
ദിശ വ്യക്തമാണ്. ഇനി ധൈര്യമായി മുന്നോട്ടു പോവുക. നിങ്ങളുടെ പുതിയ രൂപം നിങ്ങളെ കാത്തിരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നന്ദി.